ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞൊരു സൺഡേ വ്ളോഗാട്ടോ. ഞങ്ങളൊരു നോർമൽ സൺഡേ ആണ്. അപ്പോൾ അന്നത്തെ ഒരു കുഞ്ഞൊരു വ്ളോഗാട്ടോ ഇത്. ഞങ്ങളിപ്പം രാവിലെ എണീക്കാൻ തന്നെ ലേറ്റായി, കാരണം ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ വയനാട്ടിലൊക്കെ പോയി. പിന്നെ ഒരു 3:30 ഒക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ എത്താൻ. അങ്ങനെ കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങിയിട്ട് ഇന്നിപ്പം 10:30 എണീച്ചാൽ ഞങ്ങളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കുവാണ്. അപ്പം ഇനി നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇന്ന് സൺഡേ ആയിട്ട് ഒരു സ്പെഷ്യൽ ഫുഡാട്ടോ ഉണ്ടാക്കുന്നത്. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനാണ്. അമ്മേൻ്റെ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഫുഡാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അമ്മ ഉണ്ടാക്കുന്നത്. അപ്പം ഇന്ന് അതാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാട്ടോ ഞങ്ങളത് ഉണ്ടാക്കുന്നത്. ഏകദേശം ഇപ്പോൾ ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടാവും. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അമ്മ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇന്ന് അതാട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. ഇവിടെ ഒരാൾ രാവിലെ തന്നെ ഫോണും കണ്ടിരിക്കുന്നുണ്ട്. എങ്കിൽ രാവിലെ തന്നെ വത്തക്ക ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ജ്യൂസ് എല്ലാം കുടിച്ചതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് വന്നപ്പോൾ അമ്മ ചില്ലി ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഞാനും ഒന്ന് അമ്മേൻ്റെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അമ്മേൻ്റെ സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പി ആട്ടോ ഇത്. ചില്ലി ചിക്കൻ ഒരു ഭാഗത്ത് റെഡി ആവുന്ന കൂട്ടത്തിൽ തന്നെ അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് സോട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസൊക്കെ ഞങ്ങൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ലഞ്ച് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഒന്ന് പോയി ഫ്രഷ് ആവണം. ഇപ്പം തന്നെ സമയം ഒരുപാട് വൈകി കേട്ടോ, ഒരു 1:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്ന് പോയി കുളിച്ചിട്ട് വേഗം വരാം. ഹേ ഗായ്സ്, അപ്പം ഫ്രഷൊക്കെ ആയി. അപ്പം ഇനിയിപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പം വേഗം പോയി ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ് ഉണ്ട്, ചില്ലി ചിക്കൻ ഉണ്ട്, ടൊമാറ്റോ സോസ് ഉണ്ട്, സോയാ സോസ് ഉണ്ട്, ചില്ലി ബീഫും ഉണ്ട്. വീട്ടിലെല്ലാവരും ഒരുമിച്ചിട്ടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഇതേപോലെ ആട്ടോ ഭക്ഷണം കഴിക്കുക. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഥയൊക്കെ പറഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുക. ഇതൊരു വേറെ തന്നെ ഒരു സന്തോഷം കേട്ടോ. ഞങ്ങൾക്ക് പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും ഇതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഇരുന്ന് കഴിക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ അത് രാത്രിയായിരിക്കും. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പപ്പയും അബിയും കൂടി ഇരുന്നിട്ട് ഏതൊരു സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാനും അബിയും കൂടി ഒന്ന് പുറത്തേക്ക് പോവാം കേട്ടോ. എവിടേക്കാണ് പോകേണ്ടതെന്നുള്ള പ്ലാനൊന്നുമില്ല, ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് ലുലു മോളിലേക്കാണ്. അത്യാവശ്യം നല്ല മഴക്കാറുണ്ടായിരുന്നു, അതുകൊണ്ട് ദൂരത്തേക്കൊന്നും പോകണ്ടെന്ന് വിചാരിച്ചു ഞങ്ങൾ അടുത്തുള്ള ലുലു മോളിലേക്കാട്ടോ പോയത്. ഇപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ പോയത് ഹൈപ്പർ മാർക്കറ്റിലേക്കാട്ടോ. ഇപ്പോൾ അത്യാവശ്യം ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന കേട്ടോ കോൾഗേറ്റിൻ്റെ പേർപ്പിൾ കളർ പേസ്റ്റ്. ഇതിന് മുന്നേ ഞങ്ങൾ നെസ്റ്റോലൊക്കെ പോയപ്പോൾ അവിടെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കറക്റ്റ് ഇവിടെ എത്തിയപ്പോൾ അതുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം മേടിച്ചു. പിന്നെ അബിക്ക് കുറച്ച് ഓഫീസിലേക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ മേടിച്ച് ബില്ല് ചെയ്തിട്ട് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി. നെക്സ്റ്റ് പോയത് അബിക്കൊരു വാച്ച് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ഒരുപാട് വാച്ചസ് ഉണ്ടായിരുന്നു. അബി തന്നെ ഫുൾ കൺഫ്യൂഷനായിട്ടോ ഏതെടുക്കണമെന്ന്. അബിക്ക് കൂടുതൽ ഇഷ്ടം ബ്ലാക്ക് കളർ വാച്ച് ആയതുകൊണ്ട്, പക്ഷേ അവൻ ഉദ്ദേശിച്ച മോഡൽ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് ഷാജുമാൻ്റെ വീട്ടിലേക്കാട്ടോ. ഇവിടേക്ക് അമ്മയും പപ്പയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. മാമൻ ഉണ്ടായിരുന്നു, അമ്മായി ഉണ്ടായിരുന്നു, സ്നേഹിയും ശ്രേയും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അന്നത്തെ ഒരു ദിവസം നൈറ്റ് അവരെ കൂടെയായിരുന്നു കേട്ടോ ടൈം സ്പെൻഡ് ചെയ്തത്. ഹേ ഗായ്സ്, അപ്പം ഞങ്ങളൊരു കുഞ്ഞൊരു സിമ്പിളായിട്ടുള്ള ഒരു സൺഡേ വ്ളോഗ് ആട്ടോ ഇത്. ഇപ്പം ഞങ്ങൾ മാമൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചെത്തി ഒരു കോഫി എല്ലാം കുടിക്കുക കേട്ടോ. പപ്പേൻ്റെ സ്പെഷ്യലായിട്ടുള്ള കോഫിയാണ്. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഇനി കിടക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളൊരു കുഞ്ഞൊരു സൺഡേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.